ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ന്യൂസിലൻഡിന്റെ മണ്ണിൽ കാലുകുത്തിയിട്ട് 4 പതിറ്റാണ്ടുകൾ പിന്നിട്ടിരുന്നു. എന്നാൽ 40 വർഷത്തെ ആ കാത്തിരിപ്പിന് വിരാമമിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓക്ലൻഡിൽ വിമാനമിറങ്ങിയ നിമിഷം ന്യൂസിലൻഡ് കണ്ടത് ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ നയതന്ത്ര നിമിഷങ്ങളൊന്നായിരുന്നു. വിമാനത്താവളത്തിൽ ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സൺ നേരിട്ടെത്തി മോദിയെ സ്വീകരിച്ചു. പുറത്തേക്കെത്തിയ പ്രധാനമന്ത്രിയെ കാത്തുനിന്നിരുന്ന ആയിരക്കണക്കിന് പ്രവാസി ഭാരതീയർ ദേശീയ പതാകകൾ വീശിയും കിയാ ഓറ മോദി എന്ന മുദ്രാവാക്യം മുഴക്കിയും ആവേശഭരിതമായ സ്വീകരണമാണ് അദ്ദേഹത്തിന് നൽകിയത്. പഞ്ചാബിന്റെ നാടോടി കലാരൂപങ്ങളും തമിഴ് സംസ്കാരത്തിന്റെ തനിമയും കർണാടക ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെ മാധുര്യവും വന്ദേ മാതരം ആലാപനവും ചേർന്ന് ഓക്ലാൻഡിനെ ഒരു ചെറിയ ഭാരതമാക്കി മാറ്റി. അതേസമയം നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ഉയർന്നു നിൽക്കുന്ന പ്രശസ്തമായ സ്കൈ ടവർ ഇന്ത്യൻ ദേശീയ പതാകയുടെ ത്രിവർണത്തിൽ ദീപാലങ്കാരം ചെയ്തതും ഈ ചരിത്ര നിമിഷത്തിന്റെ പ്രാധാന്യം ലോകത്തിനു മുന്നിൽ വ്യക്തമാക്കി. എന്നാൽ ഈ സന്ദർശനം വെറും ആഘോഷങ്ങളുടെയും സ്വീകരണങ്ങളുടെയും കഥ മാത്രമല്ല. വ്യാപാരം, നിക്ഷേപം, കൃഷി, ക്ഷീരവികസനം, വിദ്യാഭ്യാസം, പ്രതിരോധം, കായികം, സാങ്കേതിക വിദ്യ തുടങ്ങി നിരവധി മേഖലകളിൽ പുതിയ സഹകരണ സാധ്യതകൾ തുറക്കാൻ പോകുന്ന നിർണായക ചർച്ചകൾക്കാണ് ഓക്ലൻഡ് വേദിയാകുന്നത്. 2025 ആരംഭിച്ച ഇന്ത്യ ന്യൂസിലൻഡ് സ്വതന്ത്ര വ്യാപാര കരാറിന്റെ പുതിയ അധ്യായം ഇരു രാജ്യങ്ങളുടെയും സാമ്പത്തിക ഭാവിയെ എങ്ങനെ മാറ്റിമറിക്കുമെന്ന ചോദ്യത്തിനുള്ള ഉത്തരവും ഈ സന്ദർശനത്തിൽ നിന്നാണ് ലോകം പ്രതീക്ഷിക്കുന്നത്. ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സൺ ആതിഥേയത്വം വഹിച്ച ചടങ്ങിൽ ഓക്ലൻഡിലെ ഗവൺമെന്റ് ഹൌസിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പരമ്പരാഗത മാവോറി ആചാരപ്രകാരമുള്ള ഔദ്യോഗിക സ്വീകരണം ലഭിച്ചു. ന്യൂസിലൻഡിന്റെ തനതായ സാംസ്കാരിക പൈതൃകത്തിന്റെ പ്രതീകമായ പൗഹിരി സ്വീകരണ ചടങ്ങും ലോകപ്രശസ്തമായ ഹാക്ക നൃത്താവതരണവും ചടങ്ങിന്റെ പ്രധാന ആകർഷണങ്ങളായിരുന്നു. അതിഥികളെ ആദരിക്കുന്നതിനും സൗഹൃദവും ബഹുമാനവും പ്രകടിപ്പിക്കുന്നതിനുമായി മാവോറി സമൂഹം അവതരിപ്പിക്കുന്ന ഈ ആചാരങ്ങൾ ചടങ്ങിന് പ്രത്യേക ഗൗരവം നൽകി. ഏറെ ആവേശവും ഊർജവും നിറഞ്ഞ ഹാക്ക നൃത്ത പ്രകടനം ഗവൺമെന്റ് ഹൌസിൽ നിറഞ്ഞു നിന്നവരെ ആകർഷിച്ചു. ന്യൂസിലൻഡിന്റെ സാംസ്കാരിക പാരമ്പര്യത്തെ ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുന്ന ഈ ചടങ്ങ് ഇന്ത്യ ന്യൂസിലൻഡ് ബന്ധത്തിന്റെ പുതിയ അധ്യായത്തിന് പ്രതീകാത്മകമായ തുടക്കമായി മാറി. സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് ഇതിന്റെ ദൃശ്യങ്ങളെല്ലാം. നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാം. ഏകദേശം 4 പതിറ്റാണ്ടുകൾക്ക് ശേഷം ന്യൂസിലൻഡ് സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി ചരിത്രത്തിൽ ഇടം നേടി. ഓക്ലൻഡിലെ ഗവൺമെന്റ് ഹൌസിൽ നടന്ന ഔദ്യോഗിക സ്വീകരണ ചടങ്ങിൽ അദ്ദേഹത്തിന് ഗാർഡ് ഓഫ് ഓണറും നൽകി. അതിനാൽ 4 പതിറ്റാണ്ടുകൾക്ക് ശേഷം നടക്കുന്ന ഈ സന്ദർശനം ഒരു ഔപചാരിക നയതന്ത്ര പരിപാടി മാത്രമല്ല, ഇൻഡോ പസഫിക് മേഖലയിലെ ശക്തി സമവാക്യങ്ങളെ പോലും സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു ചരിത്ര നാഴികക്കല്ലായി മാറുകയാണ്. എന്തുകൊണ്ടാണ് ഈ സന്ദർശനം ഇത്രയും പ്രാധാന്യം അർഹിക്കുന്നത്? ഇന്ത്യക്കും ന്യൂസിലൻഡിനും ഇതിലൂടെ എന്തെല്ലാം നേട്ടങ്ങളാണ് ലഭിക്കാൻ പോകുന്നത്?
പോകുന്നത്? ഓക്ലൻഡിൽ നിന്നുള്ള ഈ ചരിത്ര നിമിഷങ്ങളുടെ പിന്നാമ്പുറ കഥയിലേക്ക് നമുക്കൊന്ന് കടക്കാം. 40 വർഷങ്ങൾക്ക് ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ന്യൂസിലൻഡിന്റെ മണ്ണിൽ കാലുകുത്തുമ്പോൾ ഓക്ലൻഡ് നഗരം മുഴുവൻ മുഴങ്ങിയത് ഒരു മുദ്രാവാക്യമായിരുന്നു: കിയാ ഓറ മോദി. ദേശീയ പതാകങ്ങൾ വീശിയും ഭാരതീയ കലാരൂപങ്ങൾ അവതരിപ്പിച്ചും ആയിരക്കണക്കിന് പ്രവാസികൾ ചരിത്ര നിമിഷത്തിന് സാക്ഷികളായി. എന്നാൽ ഈ സന്ദർശനം വെറും ഒരു ഔപചാരിക കൂടിക്കാഴ്ചയല്ല. ഭാരതം ന്യൂസിലൻഡ് ബന്ധത്തെ പുതിയ ഉയരങ്ങളിലേക്ക് നയിക്കുന്ന നിർണായക ചുവടുവെപ്പാണ്. ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിൽ അടുത്തിടെ ഒപ്പുവെച്ച ചരിത്രപരമായ സ്വതന്ത്ര വ്യാപാര കരാറിനു പിന്നാലെയാണ് പ്രധാനമന്ത്രി മോദിയുടെ സന്ദർശനം നടക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കയറ്റുമതി, നിക്ഷേപം, സാമ്പത്തിക സഹകരണം എന്നിവ ശക്തിപ്പെടുത്തുകയാണ് ഈ കരാറിന്റെ പ്രധാന ലക്ഷ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സണും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചകൾ ഇന്ന് ഓക്ലൻഡിലെ ഗവൺമെന്റ് ഹൌസിൽ നടക്കും. വ്യാപാരം, നിക്ഷേപം, കൃഷി, ക്ഷീരവികസനം, വിദ്യാഭ്യാസം, പ്രതിരോധം, കായികരംഗം, അത്യാധുനിക സാങ്കേതിക വിദ്യ തുടങ്ങി മേഖലകളിലെ സഹകരണം ശക്തമാക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം. 4 പതിറ്റാണ്ടുകൾക്ക് ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ന്യൂസിലൻഡ് സന്ദർശിക്കുന്നു എന്ന പ്രത്യേകത ഈ സന്ദർശനത്തിനുണ്ട്. വിമാനത്താവളത്തിൽ ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സൺ നേരിട്ടെത്തി മോദിയെ സ്വീകരിച്ചതും സന്ദർശനത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നു. ചരിത്ര നിമിഷത്തിന് സാക്ഷിയായി ഓക്ലൻഡ് വിമാനത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രിക്ക് പ്രവാസി ഭാരതീയർ വമ്പിച്ച സ്വീകരണമാണ് ഒരുക്കിയത്. കിയാ ഓറ മോദി എന്ന മുദ്രാവാക്യം മുഴക്കിയും ദേശീയ പതാകകൾ വീശിയും അവർ പ്രധാനമന്ത്രിയെ വരവേറ്റു. പഞ്ചാബി, നാടോടി കലാരൂപങ്ങൾ, തമിഴ് പാരമ്പര്യ നൃത്തങ്ങൾ, കർണാടക ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെ മനോഹര സംഗമം, വന്ദേമാതരം ആലാപനം എന്നിവ ചടങ്ങിനെ കൂടുതൽ ശ്രദ്ധേയമാക്കി. ന്യൂസിലൻഡിലെ ഇന്ത്യൻ സമൂഹം ഭാരതത്തിന്റെ വൈവിധ്യമാർന്ന സംസ്കാരത്തെ ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ച നിമിഷമായിരുന്നു അത്. ചർച്ചകളിലെ പ്രധാന വിഷയങ്ങൾ എന്തൊക്കെയാണ്? ഇരു നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സ്വതന്ത്ര വ്യാപാര കരാറിന്റെ പ്രായോഗിക നടപ്പാക്കൽ, കൃഷി, ക്ഷീരവികസനം, ഭക്ഷ്യസുരക്ഷ എന്നീ മേഖലകളിലെ സഹകരണം, സാങ്കേതിക വിദ്യ നവീകരണം, ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥ എന്നിവയിൽ പങ്കാളിത്തം, പ്രതിരോധ സുരക്ഷാ സഹകരണം ശക്തിപ്പെടുത്തൽ, വിദ്യാഭ്യാസം, ഗവേഷണം, വിദ്യാർത്ഥി കൈമാറ്റ പദ്ധതികൾ, കായികരംഗത്തെ പങ്കാളിത്തവും പരിശീലന സഹകരണം, ജനങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കൽ. ഭാരതവും ന്യൂസിലൻഡും തമ്മിൽ അടുത്തിടെ ഒപ്പുവെച്ച സ്വതന്ത്ര വ്യാപാര കരാറിന് പിന്നാലെയാണ് ഈ സന്ദർശനം നടക്കുന്നത്. 2025 മാർച്ചിൽ ലക്സണിന്റെ ഇന്ത്യ സന്ദർശനത്തിനിടെ ആരംഭിച്ച ചർച്ചകൾ വെറും 13 മാസത്തിനുള്ളിൽ കരാറിലേക്ക് എത്തുകയായിരുന്നു. നിലവിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം ഏകദേശം $2.25 ബില്യൺ അമേരിക്കൻ ഡോളറാണ്. പുതിയ കരാറിലൂടെ 2030ഓടെ ചരക്ക് സേവന വ്യാപാരം ഇരട്ടിയാക്കുക, അടുത്ത 15 വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ $20 ബില്യൺ നിക്ഷേപം, നികുതിരഹിത ബിസിനസ് അന്തരീക്ഷം സൃഷ്ടിക്കുക, പുതിയ തൊഴിൽ നിക്ഷേപ അവസരങ്ങൾ ഒരുക്കുക എന്നിവയാണ് ലക്ഷ്യമിടുന്നത്. ആഗോള സമ്പദ് വ്യവസ്ഥയിലെ മാറ്റങ്ങൾക്കിടയിൽ ഒറ്റ വിപണിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയും സാമ്പത്തിക പങ്കാളിത്തം വൈവിധ്യീകരിക്കുകയും ചെയ്യാനാണ് ന്യൂസിലൻഡ് ശ്രമിക്കുന്നത്. അതിവേഗം വളരുന്ന ഇന്ത്യൻ വിപണിയുമായി കൂടുതൽ അടുക്കുന്നത് ന്യൂസിലൻഡിന്റെ ഭാവി തന്ത്രത്തിലെ പ്രധാന ഘടകമാണ്. അതേസമയം ഇൻഡോ പസഫിക് മേഖലയിലെ തന്ത്രപരമായ സ്വാധീനം ശക്തിപ്പെടുത്താനും പുതിയ വിപണികൾ കണ്ടെത്താനും ഇന്ത്യക്കും ഈ ബന്ധം നിർണായകമാണ്. ന്യൂസിലൻഡിൽ ഏകദേശം 3 ലക്ഷത്തോളം ഇന്ത്യൻ വംശജരാണ് താമസിക്കുന്നത്. വ്യാപാരം, വിദ്യാഭ്യാസം, ആരോഗ്യം, IT തുടങ്ങിയ മേഖലകളിൽ അവർ വലിയ സംഭാവനയാണ് നൽകുന്നത്. തലമുറകൾക്കും ഭൂഖണ്ഡങ്ങൾക്കും അപ്പുറം ഭാരത സംസ്കാരം ജീവസുറ്റതാക്കി നിലനിർത്തുന്ന പ്രവാസി ഭാരതീയരാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. മോദിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ഓക്ലൻഡിലെ പ്രശസ്തമായ സ്കൈ ടവർ ഇന്ത്യൻ ദേശീയ പതാകയുടെ ത്രിവർണ്ണത്തിൽ പ്രകാശപൂരിതമാക്കി. ഭാരതം ന്യൂസിലൻഡ് സൗഹൃദത്തിന്റെ ശക്തമായ പ്രതീകമായി ഇത് മാറി. 4 പതിറ്റാണ്ടുകൾക്ക് ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ന്യൂസിലൻഡ് സന്ദർശിക്കുന്ന ഈ നിമിഷം ഒരു സാധാരണ നയതന്ത്ര സന്ദർശനത്തിനപ്പുറം ചരിത്രത്തിന്റെ ഭാഗമായിരിക്കുകയാണ്. മാവോറി പാരമ്പര്യത്തിന് ഹൃദയസ്പർശിയായ സ്വീകരണവും കിയാ ഓറ മോദി എന്ന മുദ്രാവാക്യവുമായി പ്രവാസി ഭാരതീയർ നൽകിയ ആവേശകരമായ വരവേൽപ്പും ഓക്ലൻഡിലെ സ്കൈ ടവറിന്റെ ത്രിവർണ്ണ ദീപാലങ്കാരവും ഈ സന്ദർശനത്തിന്റെ പ്രാധാന്യം ലോകത്തിന് മുന്നിൽ അടിവരയിടുന്നു. സാങ്കേതിക വിദ്യ, കൃഷി, വിദ്യാഭ്യാസം, സംസ്കാരം തുടങ്ങിയ നിരവധി മേഖലകളിൽ പുതിയ സാധ്യതകൾ തുറക്കുന്ന ഈ സന്ദർശനം ഇന്ത്യ ന്യൂസിലൻഡ് ബന്ധത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന നിർണായക ചുവടുവയ്പ്പാണ് വിലയിരുത്തപ്പെടുന്നത്. നൂറ്റാണ്ടുകളുടെ പാരമ്പര്യവും ഭാവിയുടെ പ്രതീക്ഷകളും ഒരുമിക്കുന്ന ഈ ചരിത്ര സന്ദർശനം ഇരു രാജ്യങ്ങളുടെയും സൗഹൃദത്തിന് പുതിയ ദിശയും പുതിയ കരുത്തും പകരുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ വിഷയത്തിലെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം ഇതുപോലുള്ള പ്രധാന വാർത്തകൾ തത്സമയം അറിയാൻ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.